ഈ കഥ ജീവിച്ചിരിക്കുന്നവരുടെയോ മരിച്ചവരുടെയോ ജീവിതമായോ യാതൊരു വിധത്തിലും സാദൃശ്യമില്ല. ഇതിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികം മാത്രമാണ്. മോനെ, അമ്മേനെ വിട്ടിട്ട് പോവല്ലടാ നീ. കണ്ടു കൊതി തീർന്നില്ലടാ. അച്ചുട്ടാ, മതിയുടെ ഉണ്ണി. അച്ചുട്ടാ, നീ ഉറങ്ങിയത് മതി കുഞ്ഞാ. അമ്മയ്ക്ക് പേടിയാകുന്നു. എന്നെ പറ്റിക്കാതെ കണ്ണു തുറക്കട കണ്ണാ. രേവതി അലമുറയിട്ട് കരഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ സാഗരമായി ഒഴുകി. ചുറ്റും നിന്നിരുന്നാൽ പോലും പൊട്ടിക്കരഞ്ഞു. രേവതിയുടെ നോവിൻ അലമുറം മെല്ലെ ശാന്തമായി. ഓർമ്മകളുടെ മൗനം അവൾ കുടിച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാതെ എല്ലാവരും നിസ്സഹായകമായി നിന്നു. രേവതിയുടെ കണ്ണുകൾ ക്ഷീണത്താൽ കൂമ്പിയടഞ്ഞു. അവളുടെ മനസ്സ് ഓർമ്മകളുടെ ഓളംകുത്തിലേക്ക് പാഞ്ഞു. രേവതി പ്രസവിച്ചു. ആൺകുഞ്ഞാട്ടോ. ശേഖരൻ കുഞ്ഞിനെ നേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങി. താമര ഇതളുകൾ പോലുള്ള ആ കുഞ്ഞി കയ്യിൽ ഉമ്മ വെച്ചു. രേവതി? ശേഖരൻ ചോദിച്ചു. ഷീസ് ഫൈൻ, മയക്കത്തിലാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാം. അതും പറഞ്ഞ് നേഴ്സ് കുഞ്ഞിനെയും കൊണ്ടുപോയി. ശേഖരന്റെ മനസ്സ് രേവതിയെ കാണാൻ തുടിച്ചു. രേവതിയെ റൂമിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവൾ മയക്കത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. തന്റെ മുമ്പിൽ കുഞ്ഞിനുമായി നിൽക്കുന്ന ശേഖരനെ കണ്ടതോടുകൂടെ അവളുടെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ ഒലിച്ചിറങ്ങി. ദേവട്ടി, നമ്മുടെ കുഞ്ഞിടോ. അവൻ കുഞ്ഞിനെ അവൾക്ക് അരികിലായി കിടത്തി. അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. കുഞ്ഞിനെ അവൾ മാറോട് ചേർത്തു. സന്തോഷകരമായ ദിനങ്ങൾ താനും തൻ്റെ പ്രിയപ്പെട്ടവനും തങ്ങളുടെ ജീവനായ കുഞ്ഞുമായി അങ്ങനെ 3 വർഷങ്ങൾ കഴിഞ്ഞുപോയി. അച്ചുട്ടാ, അമ്മയുടെ കണ്ണ, ഇവൻ ഇതെവിടെ പോയി? മോനെ, അമ്മയുടെ ചക്കര എവിടെ? ആഹാ, എവിടെടാ കണ്ണാ നീ? കുറെ നേരം കഴിഞ്ഞിട്ടും ആളെ കാണാനില്ല. മോനെ, അച്ചുട്ടാ, കളിക്കില്ലട്ടോ, അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് രേവതി ക്ഷീണിതയായി ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. മേ? രേവതി മെല്ലെ തലയുയർത്തി നോക്കി. അവനെ കണ്ടതോടുകൂടി കെട്ടിപ്പിടിച്ചു അവൻ്റെ മുഖത്ത് തുരുതുരെ ഉമ്മകൾ നൽകി. എവിടെ ആയിരുന്നു കണ്ണാ നീ? രേവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടെ അമ്മ കരയണ്ട കേട്ടോ. അമ്മ കഴിഞ്ഞാൽ കുഞ്ഞാവ കരയും, കുഞ്ഞാവ കഴിഞ്ഞാൽ ഞാനും കഴിയും. അച്ചുട്ടൻ്റെ കുഞ്ഞി ചുണ്ടുകൾ കരയാനായി വിതുമ്പി. അയ്യോ, അമ്മയുടെ കണ്ണും കരയണ്ട കേട്ടോ. അമ്മ ഇനി കരയുന്നില്ല. പറയും മുമ്പേ അച്ചുട്ടൻ്റെ കണ്ണുനീർ ഒളിച്ചിറങ്ങി. അയ്യേ, അമ്മയുടെ അച്ചുട്ടൻ കരയുകയാണോ? ഇത് നോക്കിയേ, അച്ചുട്ടൻ കരഞ്ഞ കുഞ്ഞിവാവൻ കരയിട്ടോ. അത് പറഞ്ഞതോടുകൂടെ അവൻ കരച്ചിൽ നിർത്തി. കണ്ണുകൾ തുടച്ച് ഏട്ടൻ്റെ കുഞ്ഞാവ കരയണ്ട കേട്ടോ. രേവതിയുടെ വയറിൽ മൃദുവായി മുത്തിക്കൊണ്ട് പറഞ്ഞു. അത് കാണവേ രേവതി വാത്സല്യത്താൽ അവൻ്റെ നെറ്റിയിൽ മുത്തി. മോൻ എവിടെയായിരുന്നു ഇത്രയും നേരം? രേവതി ചോദിച്ചു. ഞാനേ എൻ്റെ കുഞ്ഞിവാവയ്ക്ക് ഒരു സാധനം എത്തിവെക്കാൻ പോയതാ. എന്ത് സാധനം? ആ കണ്ടു, ഞാൻ കുഞ്ഞിവാവയ്ക്ക് കാട്ടിക്കൊടുത്തോളാം. ആഹാ, അങ്ങനെയാണോ? ഇപ്പൊ നീയും നിന്റെ കുഞ്ഞിവാവയും സെറ്റ്. ഞാൻ ഇപ്പൊ പുറത്തായല്ലേ? ചിരിക്കണോ കള്ളാ നീ? ഇത് പറഞ്ഞതോടുകൂടെ അവൻ കുടുകുടെ ചിരിച്ചു കൊണ്ടോടി. നിക്കടാ അവിടെ. ഇതും പറഞ്ഞു പുറകെ രേവതിയും. കണ്ണാ, നിന്നോടാ പറഞ്ഞു നിൽക്കാൻ. ഇല്ല, ഞാൻ നിൽക്കൂല. പെട്ടെന്ന് അച്ചുട്ടൻ അവിടെ നിന്നും അപ്രതീക്ഷിതനായി. അച്ചുട്ട, മോനെ! കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയുണ്ടായ നീർച്ചാലുകളിലൂടെ വീണ്ടും കണ്ണുനീർ ധാരയായി ഒഴുകി. അവൾ കരഞ്ഞു തളർന്നു വീണു. അവൾ അവളുടെ കൈകൾ കൊണ്ട് തൻ്റെ വയർ പൊതിഞ്ഞു പിടിച്ചു. പനിയായിരുന്നത്രേ. എന്ത് ചന്താല മോനെ കാണാൻ. ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടതാവും. അതാവും നേരത്തെ വിളിച്ചത്. ആൾക്കൂട്ടത്തിൽ ഇത്തരം ചർച്ചകൾ നീണ്ടുനിന്നു. എന്നാൽ ആ രേവതിയുടെ ഒരു കാര്യം ആലോചിക്കുമ്പോഴാ 5 മാസം മുൻപ് ഭർത്താവ് മരിച്ചു. ഇപ്പം അതാ മോനും. രേവതി തളർച്ചയോടെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ ചുട്ടുനീറുന്നുണ്ടായിരുന്നു അവൾക്ക്. അസഹ്യമായ തലവേദന കൊണ്ട് തല പൊട്ടിപ്പൊളിയുന്നത് പോലെ തോന്നി. മോളെ, ഒരു സ്ത്രീ അവളുടെ അടുത്ത് വന്നിരുന്നു വിളിച്ചു. രേവതി ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടച്ചു തുറന്നുകൊണ്ട് അവരെ നോക്കി. അമ്മേ! അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ, എൻ്റെ മോൻ! രേവതിയുടെ അമ്മ ശാരദ അവളെ ഒന്നുകൂടെ മുറുകെ പുണർന്നു.
ഏറെ നേരം അവർ രണ്ടുപേരും അങ്ങനെ തന്നെ ഇരുന്നു. മോളെ, നീ വല്ലതും കഴിച്ചോ? എങ്ങനെ അമ്മ എനിക്ക് പറ്റുക? എൻ്റെ മോന് അവ ഇപ്പൊ ഇവിടുന്ന് പോയുള്ളൂ. അവ ഒന്നും കഴിച്ചിട്ടില്ല ദിവസങ്ങളായി. എന്നാലും ഞാൻ കൊടുത്ത കുറച്ചൊക്കെ കഞ്ഞി കുടിച്ചിരുന്നു. പിന്നെ അതില്ലാതായി. ശേഖരേട്ടൻ എപ്പോൾ വരും? അപ്പോഴേക്കും അവൻ്റെ അസുഖം എല്ലാം മാറും. അവന് ശേഖരേട്ടനെ കാണാത്തതിലുള്ളതായത്. ശേഖരേട്ടൻ എപ്പോൾ വരും? ശേഖരേട്ടൻ ഇപ്പോൾ വരും. അച്ഛനെയും കൂട്ടി ശേഖരേട്ടൻ ഇപ്പോൾ വരും. രേവതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞില്ല. പക്ഷെ ഒരു ഭ്രാന്തി എന്നോണം അവൾ പിച്ചുപേയും പറഞ്ഞു. മോളെ, നീ ഇങ്ങനെ ഒന്നും പറയല്ലടി. അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അമ്മേ, എനിക്കൊന്നും ഇല്ലെന്നേ. അവർ രണ്ടാളിപ്പോൾ വരും. അപ്പോൾ അതൊക്കെ ശരിയാവും. രണ്ടും കൂടി ഇങ്ങ് വരട്ടെ. മിണ്ടില്ല ഞാൻ. എന്നെ കൂട്ടാതെ പോയതാ അച്ഛനും മോനും. ഇങ്ങ് വരട്ടെ. അവൾ പരാതി പറച്ചിലെന്നോണം ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞുപോയി. മോളെ, എത്ര നാളായിടാ നീ വല്ലതും ചുവഞ്ചേലും കഴിച്ചിട്ട്? വയറ്റിൽ ഒരാൾ കൂടെയുണ്ട്, മറക്കണ്ട നീ. എനിക്കൊന്നും വേണ്ട അമ്മേ. കഴിച്ച രേവതി നീ? പോയോര് പോയി. ഇനിയും നീ എന്തിനാ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെയും ഒക്കെ ഇരിക്കുന്നേ? അമ്മേ, എൻ്റെ മോൻ, അവനും പോയി, ശേഖരേട്ടനും പോയി എന്നെ വിട്ടിട്ട്. ഞാനിനി എങ്ങനെ? രേവതി പൊട്ടിക്കരയാൻ തുടങ്ങി. മോളെ, നീ എന്തെങ്കിലും ഒന്ന് കഴിക്കുക ആദ്യം. എനിക്ക് വേണ്ടമ്മേ. രേവതി, നിന്നോടാ പറഞ്ഞ എന്തെങ്കിലും കഴിക്കാം. കുറച്ച് ദിവസം കഴിക്കാൻ കുഞ്ഞിങ്ങ് വരും. അതിനെ പ്രസവിക്കാൻ കൂടി കുറച്ച് ആരോഗ്യം വേണം. എനിക്ക് വേണ്ടാത്തോണ്ടമ്മേ. രേവതി, നീയുടെ ഭക്ഷണം വളരെ കുറവാണ്. കുഞ്ഞിനെ കൂടെ വേണ്ടേ ഒരാരോഗ്യം? ഇനി അതിനെ കൂടെ കൊല്ലാം അമ്മേ. പിന്നെ ഞാൻ എന്താ ഇനി പറയാ? നീ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാതെ പോയവരെ കുറിച്ച് ആലോചിച്ച് കണ്ടിട്ട് എന്താ കാര്യം? മോളെ, നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും കഴിക്കടി. അമ്മേ, ഞാൻ കഴിച്ചോളാം. എനിക്കെൻ്റെ കുഞ്ഞിനെങ്കിലും വേണം. ഞാൻ എന്നാ കഞ്ഞി എടുത്തിട്ട് വരാം. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. രേവതി മുറിയിൽ നിന്നും കഴുകാനുള്ള വസ്ത്രങ്ങളുമായി പുറത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് വയറിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. അമ്മേ! അവൾ വേദന കൊണ്ട് അലറി. അമ്മ ഓടി വന്നു. രേവതി വളരെ അവശയായി. മോളെ, പെൺകുഞ്ഞാണ്. അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. കുഞ്ഞിനെ ശാരദ അവൾക്ക് നേരെ നീട്ടി. അവൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് നെറുകയിൽ മുത്തി. കറുത്തിട്ടാണ് കുഞ്ഞ്. കറുത്താൽ ആ മുഖത്ത് ശ്രീത്വം നിറഞ്ഞു തുളുമ്പി. ശേഖരനെ പോലെ കുഞ്ഞ്. അച്യുതൻ്റെ അത്രയും കളർ കിട്ടിയിട്ടില്ല, ശാരദ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ മനസ്സിൽ സങ്കടം നിറഞ്ഞു. അവരും കൂടി ഈ നിമിഷത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അവൾ ഒരു നിമിഷത്തേക്ക് ആഗ്രഹിച്ചു. രേവതി ഒരു വിഷാദം നിറഞ്ഞ പുഞ്ചിരി അമ്മയ്ക്ക് നൽകി. രേവതി കുഞ്ഞിനെ മാറോട് ചേർത്ത് കുഞ്ഞിൻ്റെ കർണത്തിൽ പേരോതി. വൈദേഹി.